ഈ ഇഷ്ക് എന്നുള്ള വാക്കിന് അത്ഭുതമാണ്. ഇഷ്ക് അത് നന്മയിൽ അധിഷ്ഠിതമാണെങ്കിൽ ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആവുക. അയിന് ഉലൂവ് എന്നുള്ളതിൽ ആദ്യത്തെ അക്ഷരമാണ് അയിന്. അതുകൊണ്ടാണ് ഇഷ്ക് എന്നുള്ള ഈ വാക്ക് തുടങ്ങുന്നത്. രണ്ടാമത്തെ അക്ഷരം ഷറഫാണ്, ഷീന്. ഇഷ്ക് ഷീൻ, ഷീൻ ഷറഫ്. മൂന്നാമത്തെ അക്ഷരം ഖാഫാണ്, അത് വിഖായ, സംരക്ഷണം, പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ, ലോകത്തെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ അത് ഇഷ്കിലൂടെയാണ്. ഏതെല്ലാം പ്രൊട്ടക്ഷൻ? ദുന്യാവിൽ പ്രയാസങ്ങളുടെ തീജ്വാല ഇഷ്കുള്ളവൻ്റെ ഉള്ളിൽ തട്ടൂല, ശരീരത്തിലേ തട്ടുള്ളൂ. ഇഷ്കുണ്ടെങ്കിൽ സ്വയം ശരീരം മറക്കുന്നതാണ്. സൈക്കോളജിക്കലായിട്ടുള്ള വീക്ഷണത്തിൽ അങ്ങനെയാണ് ലോക സംഭവങ്ങളുടെ യാഥാർത്ഥ്യങ്ങളും വിളിച്ചോതുന്നത് ഈ സത്യത്തെയാണ്. വേദാന്ത പൊരുളുകൾ അറിയുന്ന ആത്മീയജ്ഞാനികൾ ഏത് മതവിഭാഗത്തിലുണ്ടെങ്കിലും അവർക്ക് ഈ സത്യം അവരുടെ അനുയായികളോട് തുറന്നു പറയുന്നതാണ്. വിശ്വാസികളായ നമുക്ക് ഇഷ്കിൻ്റെ അഭാവത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ശരീരത്തിൻ്റെ ആന്തരികമായ കേവല ചേഷ്ടകളായിട്ടല്ലാതെ വിലയിരുത്താൻ കഴിയില്ല. ഇബാദത്തുകളെ ആഖിറത്തിലേക്ക് നാട്ടിയിരുത്തുന്ന ഇന്ധനം അത് ഇഷ്കാണ്. അപ്പോൾ സ്വയം ശരീരം പോലും മറക്കുകയാണ്. അതുകൊണ്ടല്ലോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശക്കയങ്ങളിൽ പ്രഥമനും പ്രധാനിയും മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അവർ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ്, എന്നിട്ട് ഉടുമ്പിൻ്റെ മാളത്തിലാണെങ്കിൽ ആ ഉടുമ്പിൻ്റെ മാളം എനിക്ക് കൊട്ടാരമാണ്. പക്ഷേ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവത്തിൽ ഞാനുള്ളത് സ്വർഗീയ കൊട്ടാരത്തിലാണെങ്കിലും അത് എനിക്ക് ഉടുമ്പിൻ്റെ മാളമാണ്. ഇത് വളരെ എന്നെ സ്വാധീനിച്ചൊരു വരിയാണ്. ഞാൻ ഒരുപാട് അതിൻ്റെ അർത്ഥതലങ്ങളുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിട്ട് മുങ്ങിപ്പോവാൻ വക്കിലെത്തിയിട്ട് അപകടം പേടിച്ചുകൊണ്ട് പിന്മാറിയ ആളാണ്. എന്താണ് പറയുന്നത്? അത് കേവല പ്രസംഗത്തിനുള്ള മാറ്റർ അല്ലല്ലോ. അത് എനിക്ക് ഉടുമ്പിൻ്റെ മാള നിങ്ങൾ തന്നു, പക്ഷെ എൻ്റെ മുമ്പിൽ ഹബീബ് ഉണ്ടെങ്കിൽ അതെനിക്ക് കൊട്ടാരമാണ്. പക്ഷെ നിങ്ങൾ എന്നെ കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ടിരുത്തി, ഞാൻ നോക്കുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ എനിക്കതിലും ഭേദം ഉടുമ്പിൻ്റെ മാളമാണ്. ഇനി എന്താണ് ഇഷ്കിൻ്റെ ലോകത്ത് പറയാനുള്ളത്? അത് പറഞ്ഞു പോകില്ല, തെളിയിച്ചു സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഒരിക്കലും അവർ കാബൻ്റെ അടുത്ത് വന്നിട്ട് പ്രഭാത സമയത്ത് കാബ കില്ല പിടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അന്ന് ഇസ്ലാം വ്യാപകമായിട്ടില്ല, അങ്കുലി പരിമിതമായ ആളുകളിൽ മാത്രം ഇത് എത്തിയിട്ട് അവർ വളരെ രഹസ്യമായും മറഞ്ഞു നിൽക്കുന്ന സമയമാണ്. സിദ്ദീഖ് റളിയല്ലാഹു സ്വാഭാവികമായിട്ട് ഇത് വിളിച്ചു പറയുമ്പോൾ മക്ക കണ്ട വില്ലന്മാരും വില്ലാളി വീരന്മാരും കാബയെ ചാരിയിട്ട് ഇങ്ങനെ വട്ടം കൂടി സ്വറ പറയുന്ന സമയമാണ്. അപ്പോൾ അവർ ഈ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അബൂബക്കറാണ് അത് ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്നത്. അവർ ഞെട്ടിത്തെറിച്ചു പോയി. നമ്മളിടയിൽ വന്നിട്ട് ഇത് പറയാൻ എന്താ അവൻ ഇത്ര ധൈര്യം? അവർക്ക് ക്ഷോഭായി, വിരോധമായി, ശത്രുതയായി. ഈറ്റ പുലികളെ പോലെ ചാടാൻ തുടങ്ങി, മൂർഖൻ പാമ്പിനെ പോലെ ഊതാൻ തുടങ്ങി, സിംഹത്തിനെ പോലെ ഗർജിക്കാൻ തുടങ്ങി. മത ഇളകിയ ആന കരിമ്പും തോട്ടത്ത് പോയ പോലെ ഇവരങ്ങോട്ട് എണീറ്റ് അടിക്കാനും ചവിട്ടാനും തുടങ്ങി. എല്ലാവരും കൂടി പൊതിഞ്ഞ് ഒരു പാവപ്പെട്ട മനുഷ്യനെ എന്തിൻ്റെ പേരിൽ? ഈ ഇഷ്ക് പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ, അള്ളാഹിനോടും റസൂലിനോടുള്ള ഇഷ്ക് പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ അടിയോണ്ടടി, ഇടിയോടിടി, ചവിട്ടോട് ചവിട്ട് സിദ്ദീഖ് റളിയല്ലാഹു രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. അവിടുത്തെ നാവിന്ന് രക്തം വരാൻ തുടങ്ങി, ചുണ്ട് പൊട്ടി രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങി, മൂക്കിൻ്റെ പാലം പൊട്ടിയിട്ട് രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങി, കണ്ണിൽ നിന്ന് രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങി. രക്തത്തെ കുളിക്കുമ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു തആല നോക്കുന്നത് തൻ്റെ ശരീരത്തിനല്ല, ഹബീബ നബി ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോയെന്നാണ്. യാ റബ്ബ്, ഇരു കവിളുകളിലൂടെയും ഒലിച്ചിറങ്ങുന്ന രക്തം വിരൽക്കൊടികളെ കൊണ്ട് തുടച്ച് മാറ്റിയിട്ട് സിദ്ദീഖ് കണ്ണും നട്ട് കാല് ഊന്നിയിട്ട് നോക്കുന്നത് ഐന റസൂലുള്ളാ, ഐന റസൂലുള്ളാ എന്നാണ്. ഉത്തുബത്ത് എന്ന കിങ്കരൻ പിന്നെയും റസൂലിനോടുള്ള ഇഷ്ക് പ്രകടിപ്പിച്ചുകൊണ്ട് ഐന ഹബീബി എന്ന് പറയുന്ന സിദ്ദീഖുൽ അക്ബറിനെ തൻ്റെ കാലിൻ്റെ അടിയിലുള്ള ചെരുപ്പൂരി, ആ ചെരുപ്പിനൊരു പ്രത്യേകത ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആണികളെ കൊണ്ട് ഘടിപ്പിച്ച ചെരുപ്പാണ്. കൂർത്ത ആണികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് ഇരു സൈഡിലും. ആ ചെരുപ്പൂരിയിട്ട് ഉത്തുബത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. ഈ അടിയിലെ ആണികളൊക്കെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കവിളിൽ പോയി തറിക്കുകയാണ്, കണ്ണിൽ തറക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മുഖം കവിള് പൊളിഞ്ഞിട്ട് രക്തം പമ്പ് ചെയ്തിട്ട് ശരീരത്തിൻ്റെ കളറ് മാറി കാബൻ്റെ പരിസരത്ത് പ്രഭാത സമയത്ത് സിദ്ദീഖ് എന്നവർ ബോധം കെട്ട് വീഴുകയാണ്. ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ,
ബോധം കെട്ട് വീണപ്പോൾ അടിച്ച ആളുകൾക്ക് വേണ്ടിയെന്നാലും തോന്നി. അങ്ങനെ ഉണ്ടല്ലോ, അവരാണ്ടുകൊണ്ട് നോക്കാൻ തുടങ്ങി. അവർ ഈ ബോധം കെട്ട് വീണത് കൊളർത്തതല്ല, കൊളർക്കാത്ത സംഭവിക്കുമ്പോൾ അവർ ഞെട്ടൽ. ട്രംപ് പറഞ്ഞില്ലേ, ട്രംപിൻ്റെ വളരെ അടുത്ത സുഹൃത്തും അമേരിക്ക കണ്ട ഇന്നത്തെ ഏറ്റവും വലിയ മുതലാളിയും ഏറ്റവും ട്രിക്കുള്ള ബിസിനസ്മാനും ഈ മാരി വന്നപ്പോൾ കൊറോണ പിടിപെട്ടിട്ട് മരിച്ചു. അപ്പോൾ ട്രംപ് പറഞ്ഞു, സോക്കട് വന്നേ എനിക്കറിയായിരുന്നു, മരിക്കുമെന്ന് കൊളർത്തിട്ടില്ല, ഇത് കൊളർക്കാതെ വരണമെന്ന് മുമ്പ് മനസ്സിലാക്കിയില്ല. അപ്പോൾ ഈ കൊളർക്കാതെ വരുമ്പോൾ ഉണ്ടാവും ഒരു ഞെട്ടൽ. ഇവർ ഈ ബോധം കെട്ട് വീണത് കൊളർത്തിട്ടില്ല, ഇവർ ഞെട്ടിപ്പോയി. അതിൽ ഇവരടിയിൽ തന്നെ അഭിപ്രായസം ഉണ്ടായി. അള്ളാൻ്റെ ഒരു പണിയാണ്. നമ്മളൊക്കെ അടിച്ചതുപോലെയും ഇടിച്ചതുപോലെയും ചീത്ത വിളിച്ചതുപോലെയൊക്കെ ചെയ്താൽ പോരായിരുന്നില്ല ഈ ഉത്തുബക്ക്, എന്തിനാണ് ആണിയുള്ള ചെരുപ്പ് ഊരിയിട്ട് അടിച്ചതെന്നുള്ളിടത്ത് കായി അവർ. അങ്ങനെ അവരുടെ ഇടയിൽ അഭിപ്രായസം കശവശയായി. അപ്പോൾ കുടുംബക്കാരിൽ കുറച്ച് ആളുകൾ, അവർ സിദ്ദീഖുള്ളാഹിൻ്റെ ആളുകളോ റസൂലുള്ളാഹിനെ വിശ്വസിച്ച ആളുകളൊന്നുമല്ല, സിദ്ദീഖുള്ളാഹിനായിട്ട് കുടുംബമുള്ള ആളുകളാണ്. ആ കുടുംബച്ചോര ഇളകി. അപ്പോൾ അവർ പറഞ്ഞു, ഇതിലെങ്ങാനും സിദ്ദീഖ് മരിച്ചാൽ ല നഖത്തുലന്നൽ ഉത്തുബ, അടിച്ച ഉത്തുബനെ ഞങ്ങൾ കൊല്ലുന്നവർ. ഏത് പരീക്ഷണത്തിലും പ്രയാസത്തിലും ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും തേന്മഴ പെയ്യും, കുളിർമഴ പെയ്യും, ഉറപ്പാണ്. ഈ പരീക്ഷണത്തിൻ്റെ കാലം നമുക്ക് റമദാൻ അനുകൂലമാണ്, നമ്മൾ മറക്കരുത്. കാരണം നമ്മളൊക്കെ വീട്ടിൽ അടച്ചു മൂടപ്പെട്ട അവസ്ഥയിൽ ഒറ്റക്കായിട്ട് ധാരാളം അള്ളാഹുവിലേക്ക് അമലുകളെ കൊണ്ട് അടുക്കാൻ വിഭവ ശേഖരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. കാരണം നമുക്ക് തിരക്കില്ല, ഫറാഗാണ്. ഫറാഗ് വലിയ അനുഗ്രഹമാണ്. നിഅമത്താനി മഖ്ബൂനു ഫീഹിമ കസീറു മിനന്നാസ് അസ്സഹത്തു വൽ ഫറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ഇവർ പറഞ്ഞു, ഇതിലെങ്ങാനോ ഇൻ മാച്ച അബൂബക്കറിൻ ലനഖത്തുലന്നൽ ഉത്ബ, അബൂബക്കർ എങ്ങാനും മരിച്ചാൽ ഉത്ബനെ ഞങ്ങൾ കൊല്ലന്നെ ചെയ്യുന്നറിഞ്ഞ്. പിന്നെ ചെയ്ത എന്താ അറിയോ, മയ്യത്ത് പോലെ വായന്ന് രക്തം, കണ്ണിന്ന് രക്തം, മൂക്കിന്ന് രക്തം, കൈകാലുകളിൽ നിന്ന് രക്തം, വയറ് പൊട്ടിയിട്ട് രക്തം ഒഴുകിയിട്ട് ചലനമറ്റതുപോലെ കിടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹുവിനെ ശവമഞ്ചമേറ്റും പോലെ 4 ആളുകൾ ചുമന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കിടത്തിയെന്നാണ്. ഇഷ്കിൻ്റെ അത്ഭുതങ്ങൾ നോക്കണം. വീട്ടിൽ കൊണ്ടുപോയിട്ട് കിടത്തുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ അവിടെ ഉണ്ട്. ഉമ്മ ഇസ്ലാമിലേക്ക് വന്ന ആളല്ല. ഇത് കണ്ടപ്പോൾ ഉമ്മ ഞെട്ടിപ്പോയി. ഉമ്മാക്ക് മകനാണല്ലോ, പ്രാസ്ഥാനികമായിട്ട് ബന്ധമില്ലെങ്കിലും ഒരു വേള ചീത്ത പറഞ്ഞ് പോയതാണെങ്കിലും ഈ ഭൂമിൻ്റെ മുകളിൽ അള്ളാഹിനും റസൂലിനും കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഏറ്റവും സ്നേഹിക്കുന്നത് മാതാവായിരിക്കും. മാതാവിൻ്റെ കരൾ പെടയാൻ തുടങ്ങി. ഇതെന്ത് പറ്റി? ഇത് ഉത്തുബത്ത് അടിച്ചിട്ട് ബോധം കെടുത്തിയാണെന്ന് പറഞ്ഞു. ഉമ്മ രക്തം വാർന്ന് ചലനമില്ലാതെ കിടക്കുന്ന, അബോധാവസ്ഥയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട മോൻ്റെ മുമ്പിൽ ഒരു പാത്രം വെള്ളം, ഒരു തോൽപാത്രം വെള്ളം പിടിച്ചിട്ട് ഒറ്റ നിപ്പാണ്. എന്തിന്? നിങ്ങൾക്കറിയാം, ബോധം കെട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞ് നീച്ചാൽ അതിന് രക്തം വാർന്നാൽ ഒരു മനുഷ്യന് ഭൂമിയിൽ ഏറ്റവും ആവശ്യം കുറച്ച് വെള്ളമായിരിക്കും. അപ്പോൾ എണീറ്റാൽ വെള്ളം ചോദിക്കും, രക്തം വാർന്നു പോയതല്ലേ, ബോധം കെട്ടതല്ലേ, ചോദിച്ചാൽ ഉടൻ എൻ്റെ കൈ കൊണ്ടാണ് വെള്ളം കൊടുക്കണം. നൽകി സ്നേഹനിധിയായ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. തോൽപാത്രത്തിൽ വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു കണ്ണുയർത്ത് നോക്കാൻ കാത്തുക. രാവിലെ ബോധം കെട്ട സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണ് തുറന്നിട്ട് ബോധം തെളിയുന്നത് സന്ധ്യാസമയത്താണ്. എത്ര മണിക്കൂർ കിടന്നു, എത്ര അടി, എത്ര ചവിട്ട് കിട്ടി. എന്തിൻ്റെ പേരിൽ? ഇഷ്കിൻ്റെ പേരിൽ. വൈകുന്നേരം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ റസൂലുള്ളാഹിനല്ല കാണുന്നത്, ഉമ്മാനെയാണ്. കയ്യിൽ തോൽപാത്രം പിടിച്ച സ്നേഹനിധിയായ ഉമ്മാനെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ആദ്യം ചോദിച്ചത് ഉമ്മാന്നല്ല, വെള്ളം തരിയെന്നല്ല, പിന്നെ കണ്ണ് തുറന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുകയാണ്, യാ ഉമ്മി ഐന റസൂലുള്ളാഹ് മാ ഫഉല റസൂലുള്ളാഹ്. ഉമ്മ, എൻ്റെ ഹബീബായ മുത്തുനബി എവിടെ? മുത്തുനബിക്ക് വല്ലതും പറ്റിയോ ഉമ്മ? ഇത് കേട്ടപ്പോൾ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചു. കാരണം ഉമ്മ മുത്തുനബിൻ്റെ ആളല്ല. അതിന് ഉമ്മാക്ക് ഈ ഇഷ്ക് കിട്ടിയില്ല, രസം കിട്ടിയില്ല, ഈ രസത്തിൻ്റെ മർമ്മരസം മനസ്സിലായിട്ടില്ല. അന്നാസു ആദാവ് മാ ജഹിലു എന്നല്ലോ, ഉമ്മ വേറെ ലോകത്താണ്. ഇത് കേട്ടപ്പോൾ ഉമ്മാക്ക് കുറച്ച് ദേഷ്യം പിടിച്ചു. ഉമ്മ പറഞ്ഞേ, എടാ ഈ കിട്ടാനുള്ള മുഴുവൻ കിട്ടിയത് ആ മനുഷ്യനെ കൊണ്ടല്ലേ, അയാളെ ബാക്കിൽ നടന്നിട്ടല്ലേ, എത്ര അടി എനിക്ക് കിട്ടി, എത്ര മണിക്കൂർ ഈ ബോധം കെട്ടുകയാണ്. ഞാൻ അന്നനെ എന്നോട് പറഞ്ഞു അയാളെ ബാക്കിൽ നടക്കണ്ടെന്ന്. ബാക്കിൽ നടന്നിട്ട് ഉമ്മാൻ്റെ കുട്ടിക്ക് കിട്ടാളൊക്കെ കിട്ടിയില്ലേ, ഇനിയും അയാളെ പേര് പറയണോന്ന്. സുബ്ഹാനല്ലാഹ്. സ്വാഭാവികമായും സ്നേഹമുള്ളൊരു ഉമ്മാൻ്റെ മനസ്സിൽ നിന്ന് ആരാണ് ഇത്, എന്താണ് ഇതെന്ന് അറിയാതെ ഉള്ള സമയത്ത് വരുന്ന ഒരു വർത്തമാനമാണ്, ചരിത്രത്തിൽ പൊറുക്കപ്പെടാവുന്നൊരു സംസാരമാണ്. ആ സമയം അതിനനുസരിച്ചുകൊണ്ട് ഉടനെ സിദ്ദീഖുൽ എന്താ പറഞ്ഞതെന്ന് അറിയാം, ഉമ്മ നിങ്ങളെൻ്റെ ഉമ്മയാണ്, 10 മാസങ്ങളെ പള്ളയിലെ ഞാൻ, നിങ്ങളെന്നെ നൊന്ത് പ്രസവിച്ചാണ്, നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട്, കടമുണ്ട്. പക്ഷേ
ഈ സിദ്ദീഖ് അബൂബക്കർ ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ, ഒരു കാരക്കൻ്റെ ചീള് കഴിക്കണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട് ഉമ്മ, എനിക്ക് എൻ്റെ ഹബീബിൻ്റെ മുഖം കാണണം. എന്നിട്ട് തങ്ങളെ കയ്യിൽ നിന്നല്ലാത്ത വെള്ളം എനിക്ക് വേണ്ട. ഹച്ച ആത്തിയ റസൂലല്ലാ, തങ്ങളെടുത്ത് പോയിട്ടുള്ള വെള്ളം മതി ഉമ്മ എന്ന് പറഞ്ഞു. ശാഠ്യം പിടിച്ചു, ബോധം കെട്ട് മണിക്കൂറുകളിൽ നിന്ന് രക്തം വാർന്ന് ക്ഷീണിച്ച സിദ്ദീഖ് അള്ളാഹ് ദാഹജലത്തിന് വേണ്ടി ദാഹിച്ച് കരയുമ്പോൾ ആ ഉള്ളിൻ്റെ വിലപനം കേൾക്കുമ്പോൾ സിദ്ദീഖ് അള്ളാഹ് പറഞ്ഞാണ്, എനിക്ക് തങ്ങളെ കൈകൊണ്ടുള്ളതല്ലാത്ത കാരക്ക വേണ്ട, തങ്ങളെ കൈകൊണ്ടുള്ളതല്ലാത്ത വെള്ളം വേണ്ട. നിർബന്ധ സ്ഥിതിയിൽ ചരിത്രം പറയില്ല, ഉമ്മ മറ്റൊരു സഹോദരനെയും കൂട്ടുപിടിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഹബീബും തമ്മിൽ കാണുന്ന രംഗം ചരിത്രത്തിലുണ്ട്. വായിക്കുന്നവരുടെ കണ്ണ് നിറഞ്ഞിട്ട് കിതാബക്ക് ഉപ്പുരസമുള്ള കണ്ണുനീര് ഉറ്റി വീണിട്ട് കിതാബിലെ മഷി പോലും മാഞ്ഞു പോകുന്ന രംഗമാണ്. ഹബീബും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അടി കിട്ടിയിട്ട് മണിക്കൂറുകൾ ബോധം കെട്ട് രക്തം മുഴുവനും വാർന്ന് ശരീരത്തിൻ്റെ കളറ് മാറിയ സിദ്ദീഖ് റളിയല്ലാഹു വൈകുന്നേര സമയത്ത് മുത്ത് റസൂലിനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ പൊട്ടിക്കരയുകയാണ്. തങ്ങളെ കണ്ടപാടെ തോളിൽ വീണ് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഒരു ഗ്ലാസ് വെള്ളം തരുമോ നബിയെ. ഇതാണ് ഇഷ്ക്. എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു ശരീരം മറന്നത്? ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന അത്ഭുത പ്രതിഭാസമായ ആത്മാവുള്ളത്. ആ ആത്മാവിൻ്റെ ഉള്ളിലെ പ്രണയത്തിൻ്റെ മഷി കൊണ്ട് മുദ്രണം ചെയ്യപ്പെടേണ്ട ലോകാത്ഭുത പ്രകാശ പേരാണ് മുഹമ്മദുൻ ദിക്റുഹു റൂഹുല്ലി അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ സ്നേഹത്തിൽ, ഈ ലഹരിയിൽ, ഈ ആത്മാവിൻ്റെ ഇഷ്കിൻ്റെ പുഴയിൽ ഊളിയിട്ടാൽ അത്ഭുതകരമായിട്ടുള്ള മുത്തും പവിഴവും കിട്ടും. അതുതന്നെയാണ് സമ്പത്ത്. അതുതന്നെയാണ് ദുന്യാവിൽ അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ഓഹരി. അതാണ് സ്വർഗത്തിൻ്റെ മിഫ്താഹ്. അതാണ് സ്വർഗത്തിൻ്റെ മിഫ്താഹ്. അതാണ് ഹൃദയത്തിൻ്റെ ലോക്കായി കിടക്കുന്ന ബോധതല വാതിൽ തുറക്കാനുള്ള ലോകത്ത് അത്ഭുതകരമായിട്ടുള്ള മിഫ്താഹ് ഈ ഇസ്മാണ് മുഹമ്മദ്. ഇതുകൊണ്ടാണ് ലോകത്ത് പ്രധാനപ്പെട്ട ഒക്കത്തോ. ഈ മുത്തം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മീമാണല്ലോ മുത്തം. ഇത് ഹൃദയം കൊണ്ട് മുത്തേണ്ട ഇസ്മാണ് മുഹമ്മദ് മുസ്തഫ. മൂമിൻ എന്ന് പറഞ്ഞാലും മീമാണല്ലോ, മുസ്ലിം എന്ന് പറഞ്ഞാലും മീമാണ് അല്ലേ. ഇനി മുഖ്ലിസ് എന്ന് പറഞ്ഞാലും മീമാണ്, മുഹ്സിൻ എന്ന് പറഞ്ഞാലും മീമാണ്, മഹബത്ത് എന്ന് പറഞ്ഞാലും തുടക്കം മീമാണ്, മേറാജ് എന്ന് പറഞ്ഞാലും തുടക്കം മീമാണ്, മക്ക എന്ന് പറഞ്ഞാലും തുടക്കം മീമാണ്, മദീന എന്ന് പറഞ്ഞാലും തുടക്കം മീമാണ്. അത്ഭുതമാണ്. മലയാളത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാലും മീമോണ്ടാണ് തുടങ്ങുന്നത്. അത് ഇംഗ്ലീഷിൽ മാൻ എന്ന് പറഞ്ഞാലും ഇട്ടിട്ട് മീമോണ്ട തുടങ്ങുന്നത്. അതിന് അറബിയിൽ എന്ന് പറഞ്ഞാലും മീമോണ്ട തുടങ്ങുന്നത്. അതിന് സംസ്കൃതത്തിൽ മർത്യം എന്ന് പറഞ്ഞാലും മീമോണ്ട തുടങ്ങുന്നത്. അതിന് തമിഴിൽ മണിത എന്ന് പറഞ്ഞാലും മീമോണ്ട തുടങ്ങുന്നത്. അത്ഭുതമാണ്. ഈ മീമാണ് ലോകത്തിൻ്റെ അസല്. ഇതിലേക്കാണ് ഹൃദയം ലയിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. യാത്ര നമുക്ക് തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.